മെയിൻ കോസ് ഓഫ് ഹെയർ ലോസ് ഹെയർ തിന്നിങ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ജെനറ്റിക്സ് ആണ്. ആ ജീൻ എന്ന് പറയുന്നത് ഒരു 7 generations ഡൗൺ ക്യാരി ഡൗൺ ചെയ്യാം. അപ്പോൾ ഈ ഫാദറിന് നല്ല മുടിയാണെങ്കിലും ഗ്രാൻഡ് ഫാദറിന് നല്ല മുടിയാണെങ്കിലും ഗ്രാൻഡ് അങ്കിളിന് വരാം. പിന്നെ ഇൻ കേസ് മദറിന്റെ സൈഡിലാണെന്ന് പറഞ്ഞാൽ കൂടുതൽ ചാൻസ് ആണുള്ളത്. സോ ഇത് ജീനാണ് മെയിൻ റോൾ പ്ലേ ചെയ്യുന്നത്, ഹോർമോൺ അല്ല. ശരി, അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ മുടി നന്നാവണം മാത്രം പോരാന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ മിക്കവരും. അതുകൊണ്ട് നമുക്കൊരു ഹെൽമെറ്റ് യൂസ് ചെയ്ത് ഇൻഡ്യൂസ്ഡ് ആവുന്ന ഒരു ഹെയർ ഫോൾ ഉണ്ടോ ശരിക്കും? ഒത്തിരി പേര് അങ്ങനെ ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് ഹെയർ ഫോൾ ഉണ്ടായി എന്ന് വന്ന് പറയാറുണ്ട്. പക്ഷെ അത് കാരണം കഷണ്ടി ആവുന്ന ഇറ്റ്സ് എ മിത്ത്. അതിൻ്റെ കൂടെ ഒരു ബന്ധവും ഇല്ല. ആ ഹെൽമെറ്റ് കാരണം ഇച്ചിരി സ്വെറ്റ് അക്യുമുലേഷൻ ഉണ്ടായിട്ടുണ്ടാവും, കുറച്ച് ഇച്ചിങ് ഉണ്ടാവും, കുറച്ച് ഹ്യൂമിഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുടി മാത്രം പോവും, ഇവിടുത്തെ മുടിയും പോണ്ടേ. അതെ അതെ, അത്രേ ഉള്ളൂ. ലൈക്ക് പൊതുവെ ആൾക്കാർ വന്ന് ചോദിക്കുന്ന മണ്ടത്തരങ്ങൾ, അങ്ങനത്തെ പൊട്ടത്തരങ്ങൾ എന്തൊക്കെയാണ്? ഇത് കാരണം എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായെന്നൊക്കെ പറയാറുണ്ടോ വന്നിട്ട്? പലരും കളർ ചെയ്ത് കഴിഞ്ഞിട്ട് കഷണ്ടി ആയിട്ടുണ്ടെന്ന് പറയും, ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് കഷണ്ടി ആയിട്ടുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ വാട്ടർ മാറി കുളിച്ച് ഇതുപോലെ തന്നെ. പക്ഷെ എല്ലാത്തിനും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കളർ ചെയ്യുമ്പം മിക്കവാറും മുടി ഫുള്ളല്ലേ കളർ ചെയ്തിട്ടുള്ളത്. സ്ട്രൈറ്റൻ ചെയ്യുമ്പോൾ ഇവിടെ മാത്രം സ്ട്രൈറ്റൻ ചെയ്തോ, ഇവിടെയും സ്ട്രൈറ്റൻ ചെയ്തില്ല. ഇതൊക്കെ കാരണം അല്ല കഷണ്ടി ആവുന്നത്. സോ ഞാൻ എപ്പോഴും പറയും, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഒരു ഡോക്ടർ കണ്ട് എക്സാമിൻ ചെയ്ത് നോക്കിയിട്ട് മതി എന്താണ് കോസ് എന്ന് പറഞ്ഞു തരുന്നത്. മാക്സിമം സെൽഫ് ട്രീറ്റ്മെന്റ് നമ്മൾ ഒഴിവാക്കുക. ഈ ഉറക്കക്കുറവ് നമ്മളുടെ മിക്ക ആൾക്കാർ ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്ര അധികം ആൾക്കാർക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥയാണ്. അതെങ്ങനെയാണ് ഹെയറിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്? ഹെയറിന്റെ ഒരു ഗ്രോത്ത് സൈക്കിളിനെ, സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഒരു ആ സൈക്കിളിനെ എഫക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ സ്ട്രെസ് വിച്ച് ഇസ് ലാക്ക് ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രെസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഹെയർ ഗ്രോത്ത് സൈക്കിളിനെ ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്ത് ഗ്രോത്ത് ഫേസിനെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മളുടെ ഒരു റിച്വൽ കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ച് അങ്ങനെയൊക്കെയാണ്, താളിയൊക്കെ ഇടുന്നു. ശരിക്കും ഈ നാച്ചുറൽ റെമഡീസ് നമ്മളുടെ ഹെയറിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് ശരിക്കും? ഓവറോൾ ഒരു കണ്ടീഷനിങ് ആയിട്ട് അതൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ സയന്റിഫിക് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതിന് ഹെയർ ഗ്രോത്തിന് വലിയൊരു റോളും ആക്ഷനും ഇല്ല. സോ ഹെയർ ഗ്രോത്ത് വേണമെങ്കിൽ പ്രൂവൺ ആയിട്ട് സ്റ്റഡീസ് ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് യൂസ് ചെയ്താലേ പറ്റുള്ളൂ. സോ അതിനൊരു ഡെർമറ്റോളജിസ്റ്റ് കൺസൾട്ടേഷൻ എടുത്തിട്ട് വേണം ചെയ്യാൻ. ശരി, അപ്പം നമ്മളുടെ നാട്ടിൽ ചെയ്തു വരുന്ന കാര്യങ്ങളൊന്നും ഹെൽപ്ഫുൾ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. കണ്ടീഷനിങ്ങും ഒരു ഓവറോൾ ഒരു ഹെൽത്തിന് വേണ്ടി ഓക്കെയാണ്, പക്ഷെ ഗ്രോത്തിനും ഈ സ്റ്റെം സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യാനും ബ്ലഡ് സപ്ലൈ കൂട്ടാനും അങ്ങനത്തെ ഒരു ആക്ഷൻ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ പൊതുവെ പാർലേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് മസാജ്, ഹെയർ മസാജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ ഇൻ എ വേ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഓവറോൾ ആ സമയം ചെയ്യുമ്പോൾ ഒരു സ്റ്റിമുലേഷൻ ഓഫ് ബ്ലഡ് സപ്ലൈ ഉണ്ടായിട്ട് ഒരു കാമിങ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ അതൊരു പെർസിസ്റ്റന്റ് ആയിട്ട് ഒരു ആക്ഷൻ അല്ലല്ലോ. ആ ദിവസം ഹെഡ് മസാജ് ചെയ്തു, കുറെ ദിവസത്തേക്ക് ബ്ലഡ് സപ്ലൈ കൂടുന്നില്ലല്ലോ. അപ്പോൾ ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ് ഈ ബ്യൂട്ടി പാർലർ പ്രൊസീജിയേഴ്സ്. ഒരു കണ്ടീഷനിങ്ങിന് കൊള്ളാം, അല്ലാതെ അതിൽ നിന്നും കൂടുതലില്ല. നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് ജോഗ്രഫി മാറുന്ന സമയത്ത് നമ്മൾ വെള്ളം മാറി കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫോൾ കൂടും, അല്ലെങ്കിൽ ഹെയർ ഫോൾ വരാനുള്ള ചാൻസസ് കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട്. അതിൽ ശരിക്കും സത്യമുണ്ടോ? മാറി കുളിക്കുമ്പോൾ മേ ബി ഹാർഡ് വാട്ടർ കാരണം ഒരു ഇനീഷ്യൽ ഒരു ഷെഡ് ഫേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് കാരണം ആരും കഷണ്ടി ആവില്ല. ഒന്ന് ഓർത്താൽ മതി, കഷണ്ടി ആവുന്ന ഭാഗം ഈ ഭാഗം മാത്രമാണ്. ഓക്കെ, പക്ഷെ കുളിക്കുമ്പോൾ വെള്ളം ഇവിടെയും വീഴും, ഇവിടെയും വീഴും. ഇവിടെ മാത്രം കഷണ്ടി ആവുന്നത് എങ്ങനെ? മുടി ഇവിടെ നിന്ന് മാത്രം കൊഴിഞ്ഞു പോവില്ലല്ലോ. സോ വെള്ളത്തിൻ്റെ കൂടെ ഒരു ബന്ധമില്ല കഷണ്ടി ആവുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറേ പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ സീറം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര മിറാക്കിളായിട്ടുള്ള ഓയിൽ ഉപയോഗിച്ച് മുടി വളർന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ശരിക്കും എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു റിസ്ക് എത്രത്തോളം ഉണ്ട്? ഡെഫിനറ്റ്ലി മെജോറിറ്റി ഓഫ് ദം മാർക്കറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് ഉണ്ടാവത്തില്ല. എല്ലാം മോശമാണെന്ന് പറയില്ല. ചില സീറത്തിൽ നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും ഓവർ ദ കൗണ്ടർ പ്രോഡക്ട്സിൽ. പക്ഷെ എല്ലാവർക്കും ചേരണം എന്നില്ല. എന്താണ് പ്രോബ്ലം എന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് വേണം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരു മെഡിക്കൽ കണ്ടീഷൻ ആയിരിക്കും, അത് കാരണം ഓവർ ദ കൗണ്ടർ വാങ്ങിച്ച് സീറം തേച്ച് വേഴ്സായിട്ട് വന്ന് ഡെർമറ്റോളജിസ്റ്റിനെ വന്നാൽ ചിലപ്പോൾ നമുക്ക് അത് ഫുള്ളി റിക്കവർ ചെയ്ത് കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് കാരണം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യണം. എല്ലാ ഹെയർ ഫോളും മൈൽഡ് കേസ് ഓഫ് ഹെയർ ഫോൾ ആയിരിക്കില്ല, ചിലപ്പോൾ അണ്ടർലൈങ് വേറെ കോസസ് കാണും. ഒരു ഡോക്ടറിനെ കാണുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഡെർമറ്റോളജിസ്റ്റിനെ മീറ്റ് ചെയ്ത് നിങ്ങളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ബെറ്റർ, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. പിന്നെ ദ പ്രിസ്ക്രിപ്ഷൻ സ്ട്രെങ്ത് ഡെഫിനറ്റ്ലി വ്യത്യാസമായിരിക്കും ഓവർ ദ കൗണ്ടർ കൊടുക്കുന്ന പ്രോഡക്ട്സിൻ്റെ സ്ട്രെങ്ത് ചെയ്യുന്നു. ബിക്കോസ് ആ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് കോൺസെൻട്രേഷനും ഫോർമുലേഷനിലായിരിക്കും ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ സ്ട്രെങ്ത്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്
എത്രത്തോളമാണ്? കാരണം എന്ന് വെച്ചാൽ ഡെർമറ്റോളജിസ്റ്റ് ആണ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഹെയർ. അവർക്ക് എല്ലാ കണ്ടീഷനും ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. എല്ലാ ഹെയർ ഫോൾ കേസും ഹെയർ ബോൾഡിംഗ് കേസും വെറും ബോൾഡിംഗ് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ സ്കാൽപ്പ് എക്സാമിൻ ചെയ്യുമ്പോൾ വേറെ അണ്ടർലൈൻ കോസസ് ഉണ്ടാവും. ലൈക്കൻ പ്ലേനോപൈലാരിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ്, സോറിയാസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ്, ഇതൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരാൾ പോയി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ ഡെഫിനറ്റ്ലി ആ ഹെയർ ലോസ് ഉണ്ടാവും. സർജറിയുടെ റിസൾട്ട് വരില്ല, ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ ഓൾവേസ് ഒരു ഡോക്ടർ എന്താണ് കോസ് എന്ന് ഡയഗ്നോസ് ചെയ്യണം. സ്കാൽപ്പ് ഹെൽത്തി ആണോ, ട്രാൻസ്പ്ലാന്റ് റിസൾട്ട് വരുമോ, അപ്ടേക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.